ചവറയ്ക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ബേബി സാറിന്റെ കാലത്ത്, ഷിബു ബേബി ജോണിന്റെ കാലത്ത്, പ്രേമചന്ദ്രന്റെ കാലത്ത് കേരള നിയമസഭയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ബേബി സാർ എന്ന മനുഷ്യൻ കേരള നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ സഭ ശ്രദ്ധിക്കുമായിരുന്നു. അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ ബേബി സാർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുമായിരുന്നു. ഷിബു ബേബി ജോൺ കേരള നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആ സഭ കാതോർത്തിരുന്നു. പ്രേമചന്ദ്രൻ കേരള നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വലിയ വാല്യൂ നൽകിയിരുന്നു ആ സഭ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചവറയ്ക്ക് കിട്ടിയിരുന്ന സ്ഥാനമാനങ്ങൾ, പദവികൾ, ആ വാല്യൂ, ആ വില നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 10 വർഷം ചവറ പിന്നോട്ടടിച്ച വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ചവറയുടെ MLA-ക്ക് കൃത്യമായി MLA എന്ന ദൌത്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, 6 കോടി രൂപ ആസ്തി വികസന ഫണ്ട് എന്ന നിലയിൽ എല്ലാ MLA-മാർക്കും കിട്ടുന്നു. ചവറയിൽ MLA-ക്ക് കിട്ടുന്നു. കോടി രൂപ MLA-ക്ക് കിട്ടുന്നു. ആ വീതി കിട്ടുന്ന 6 കോടി രൂപ പഞ്ചായത്ത് മെമ്പർമാർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വീതിച്ചു കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ മതിയല്ലോ. എന്തിനാണ് ഒരു MLA-ക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. ഈ നാട്ടിലെ വികസന പദ്ധതികൾ ടൂറിസം മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുമരാമത്ത് മേഖലയിൽ, ഈ മേഖലയിലൊക്കെ എന്തെല്ലാം പ്രോജക്ടുകൾ ചവറയ്ക്ക് വേണമെന്ന് പഠിച്ചിട്ട് അത് ധനകാര്യമന്ത്രി, ടൂറിസം മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ പണം വകയിരുത്തി ആ പണം ചവറയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ചവറയുടെ വികസനം സാധ്യമാകുന്നത്. അതിന് ചവറയിൽ MLA-ക്ക് കഴിയുന്നില്ല. അതെന്തുകൊണ്ട് കഴിയുന്നില്ല? അതിനൊരു വിൽ പവർ ഇല്ല. എന്ത്? പൊളിറ്റിക്കൽ വിൽ പവർ അഥവാ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുണ്ടാകണം. അതുണ്ടായിരുന്നു. ആർക്കാണ്? ഷിബു ബേബി ജോണിന്. അതിന്റെ മകുടോദാഹരണമാണ് ദളവാപുരം പാലം. അതിന്റെ ഉദാഹരണമാണ് കൺസ്ട്രക്ഷൻ അക്കാദമി. അതിന്റെ ഉദാഹരണമാണ് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. ബേബി സാറിന്റെ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണ് KMML. ഇങ്ങനെ എടുത്തു പറയാവുന്ന ഫയർ സ്റ്റേഷനാകട്ടെ, കൗശൽ കേന്ദ്രയാകട്ടെ, ഡയാലിസിസ് യൂണിറ്റുകളാകട്ടെ, മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, തേവലക്കര ITA ആകട്ടെ, പന്മന സർവകലാശാല ക്യാമ്പസ് ആകട്ടെ, കുടിവെള്ള പദ്ധതിയാകട്ടെ, ഇവിടുത്തെ ഗ്രാമജ്യോതി പദ്ധതിയാകട്ടെ, ചവറയിലേക്ക് കൊണ്ടുവന്ന എത്രയെത്ര ബൃഹത്തായ പദ്ധതികൾ. ഈ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ആ ഇച്ഛാശക്തി ചവറയുടെ MLA-ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും നമ്മുടെ നാട് തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചവറയിലേക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോജക്ടിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഒരു പ്രോജക്ടിന്റെ പേര്? ഇല്ലേ, ഇല്ല. എന്തുകൊണ്ടാ മുഖ്യമന്ത്രി ചവറയിലേക്ക് വന്ന ഒരു പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യാഞ്ഞത്? മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന നിലയിൽ പര്യാപ്തമായ ഒരു പ്രോജക്ട് ചവറയിൽ വന്നില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വരാഞ്ഞത്. മുഖ്യമന്ത്രി വന്നു. എന്തിനാണെന്നറിയുമോ? കൺസ്ട്രക്ഷൻ അക്കാദമി ഉദ്ഘാടനം ചെയ്യാൻ. അതാര് കൊണ്ടുവന്നതാ? ഷിബു ബേബി ജോൺ കൊണ്ടുവന്നത്. കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ചവറയിലേക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോജക്ടിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഇല്ലേ, ഇല്ല. എന്തുകൊണ്ടാ? ടൂറിസം വകുപ്പ് മന്ത്രിക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പര്യാപ്തമായ ഒരു പ്രോജക്ട് ചവറയിൽ വന്നില്ല എന്നതുകൊണ്ടാണ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചവറയിൽ വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോജക്ടിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഇല്ലേ, ഇല്ല. എന്തുകൊണ്ടാ? അതിന് പര്യാപ്തമായ ഒരു പ്രോജക്ട് ചവറയിൽ വന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ചവറയിൽ വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോജക്ടിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഇല്ലേ, ഇല്ല. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള വലിപ്പവും സ്ഥാനവും, ആ സ്ഥാനവും വലിപ്പവും കൊണ്ടാണ് ഷിബു ബേബി ജോണ് കോടാനുകോടി രൂപ ചവറയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് കൊണ്ടുവന്നു. ആസ്തി വികസന ഫണ്ടായി കൊണ്ടുവന്നു 6 കോടി. തീരദേശ ഫണ്ടായി കൊണ്ടുവന്നു കോടിക്കണക്കിന് രൂപ. കൺസ്ട്രക്ഷൻ അക്കാദമിക്ക് കൊണ്ടുവന്നു 100 കോടി. പട്ടികജാതി ഫണ്ടായിട്ട് കൊണ്ടുവന്നു കോടിക്കണക്കിന് രൂപ. ഫ്ലഡിന്റെ വർക്കിന് വേണ്ടി കൊണ്ടുവന്നു കോടിക്കണക്കിന് രൂപ. വിദ്യാർത്ഥികളുടെ പഠന സഹായമായി കൊണ്ടുവന്നു കോടിക്കണക്കിന് രൂപ. ഇതെല്ലാം കൊണ്ടുവന്നത് ഷിബു ബേബി ജോണിന്റെ കാലത്ത്. ഇല്ലേ, ഇല്ല. കഴിഞ്ഞ 9 വർഷത്തിൽ 1 കോടിക്കണക്കിന് രൂപയും ചവറയിലേക്ക് കൊണ്ടുവന്നില്ല. ഒരു പ്രോജക്റ്റും കൊണ്ടുവന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ ഡാറ്റാസ് ഉള്ളതാണ്. തിരിച്ചറിയണം, ഈ നാട് തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ കഴിവും ശേഷിയും
വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ നാട് UDF-നൊപ്പം നിന്നുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ശ്രമിച്ച മുഴുവൻ പേരെയും ഹൃദയാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.